നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ സഹായിക്കുന്ന വിവിധ ടിപ്പുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് പറയുന്നത്. സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതല്ലാതെ ETF, ഡിബഞ്ചർ പോലുള്ള മറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് വിശദമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് ബോണ്ടുകളെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡ് വീഡിയോ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ബോണ്ട് എന്താണെന്ന് അറിയുമായിരിക്കും. എന്നാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള ബോണ്ടുകൾ നിക്ഷേപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് പോർട്ട്ഫോളിയോയിൽ ബോണ്ടുകൾ വേണമെന്ന് പറയുന്നത് മുതലായ A to Z കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു കോർപ്പറേഷൻ അല്ലെങ്കിൽ സർക്കാർ ഉൾപ്പെടെയുള്ള അധികാരത്തിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് പണം കടമായി നൽകുന്ന നിശ്ചിത വരുമാന മാർഗങ്ങളെയാണ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഇതിന് പകരമായി നിശ്ചിത കാലയളവിൽ പലിശ ലഭിക്കുകയും കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുകയും ചെയ്യും. പലപ്പോഴും ഓഹരികളെക്കാൾ സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ബോണ്ടുകൾ വിപണിയിലെ അസ്ഥിരതകളിൽ നിന്ന് നിങ്ങളുടെ നിക്ഷേപത്തിന് സംരക്ഷണം നൽകുന്ന ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയാണ് കണക്കാക്കുന്നത്. നിക്ഷേപം ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ബോണ്ടുകൾ ഉൾപ്പെടുത്തുന്നതിന്റെ ഗുണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. ഓഹരികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബോണ്ടുകൾ റിസ്ക് വളരെ കുറവാണ്. റിസ്ക് ഉള്ള നിക്ഷേപങ്ങൾക്കൊപ്പം ബോണ്ടുകൾ കൂടി ഉൾപ്പെടുത്തുന്നത് വിപണിയിലെ അസ്ഥിരത കുറയ്ക്കാൻ സഹായിക്കും. ഒപ്പം മുനിസിപ്പൽ ബോണ്ടുകൾ പോലുള്ള ചില പ്രത്യേക ബോണ്ടുകൾ നികുതിയില്ലാത്ത ലാഭം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ച നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. പക്ഷെ ബോണ്ടിൽ നിക്ഷേപിക്കാൻ പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ ലക്ഷ്യം തന്നെയാണ്. ഹ്രസ്വകാല ലക്ഷ്യങ്ങളാണ് ഉള്ളതെങ്കിൽ നിക്ഷേപ സുരക്ഷയ്ക്കായി ഗവൺമെന്റ് ബോണ്ടുകളോ മുനിസിപ്പൽ ബോണ്ടുകളോ ഒക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ദീർഘകാല ലക്ഷ്യങ്ങളാണ് ഉള്ളതെങ്കിൽ, കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഹൈ ഈൽഡ് കോർപ്പറേറ്റ് ബോണ്ടുകൾ പരിഗണിക്കാവുന്നതാണ്. ഇനി റിസ്ക് വേണ്ട എന്നാണെങ്കിൽ AAA റേറ്റ് ബോണ്ടുകളിലോ സർക്കാർ സെക്യൂരിറ്റികളിലോ മാത്രം നിക്ഷേപിക്കുക. റിസ്ക് എടുക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ലാഭം ലഭിക്കുന്ന ജങ്ക് ബോണ്ടുകളോ വിദേശ ബോണ്ടുകളോ പരീക്ഷിക്കാവുന്നതാണ്. ബോണ്ടുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്നത് അവയുടെ വിശ്വാസ്യത മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് AAA റേറ്റിംഗ് ഉള്ള ബോണ്ടുകൾ ഏറ്റവും സുരക്ഷിതമായി കരുതപ്പെടുന്നുണ്ട്. ബോണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ അതിന്റെ വില, ഈൽഡ് എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ലാഭകരമായ നിക്ഷേപം നടത്താൻ സാധിക്കൂ. വില എന്ന് പറയുമ്പോൾ അതിന്റെ ഫേസ് വാല്യൂ തന്നെയാണ്. അതായത് ബോണ്ടിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന തുകയാണിത്. ഇന്ത്യയിൽ സാധാരണയായി ഒരു ബോണ്ടിന് 1000 രൂപ എന്ന നിലയിലാണ് മുഖവില നിശ്ചയിക്കാറുള്ളത്. ബോണ്ടിന്റെ വിപണി വിലയുടെ ശതമാനമായി കണക്കാക്കുന്ന പലിശ വരുമാനമാണ് ഈൽഡ്. അതായത് നിങ്ങൾക്ക് നൽകുന്ന വിലയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന യഥാർത്ഥ ലാഭം. ബോണ്ടിന്റെ വിലയും പലിശ നിരക്കും തമ്മിൽ വിപരീത ബന്ധമാണുള്ളത്. അതായത് വിപണിയിലെ പലിശ നിരക്ക് കൂടുമ്പോൾ പഴയ ബോണ്ടുകളുടെ വില കുറയുന്നു, വിപണിയിലെ പലിശ നിരക്ക് കുറയുമ്പോൾ പഴയ ബോണ്ടുകളുടെ വില കൂടുന്നു. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ബോണ്ട് വാങ്ങിയ ശേഷം വിപണിയിൽ പലിശ നിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ബോണ്ടിന്റെ മൂല്യം വിപണിയിൽ കുറഞ്ഞേക്കാം. എന്നാൽ കാലാവധി വരെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത മുഴുവൻ തുകയും പലിശയും ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ബോണ്ടിന്റെ ബേസിക് ആയ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഇത് എവിടെ നിന്നാണ് വാങ്ങാൻ സാധിക്കുക? ബോണ്ടുകൾ വാങ്ങുന്നതിനായി വിശ്വസനീയമായ ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക എന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ത്യയിൽ ഇന്ന് ഓൺലൈൻ ബ്രോക്കറേജ് സ്ഥാപനങ്ങളായ സെറോദ, HDFC സെക്യൂരിറ്റീസ്, അപ്സ്റ്റോക്സ് എന്നിവ വഴിയൊക്കെ ഗവൺമെന്റ്, കോർപ്പറേറ്റ്, മുനിസിപ്പൽ ബോണ്ടുകളിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നിക്ഷേപം നടത്താവുന്നതാണ്. നിങ്ങളുടെ ഓഹരികൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ബോണ്ടുകളും ഡിമാറ്റ് അക്കൗണ്ട് വഴി കൈകാര്യം ചെയ്യാം. ഇതുകൂടാതെ റിസർവ് ബാങ്കിന്റെ റീറ്റെയിൽ ഡയറക്ട് പോർട്ടൽ വഴി നേരിട്ട് സർക്കാർ ബോണ്ടുകൾ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ബോണ്ട് ഫണ്ടുകൾ, ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിലൂടെ പരോക്ഷമായി നിക്ഷേപം നടത്താനോ ഒക്കെ സാധിക്കും. എന്നാൽ ഓരോ പ്ലാറ്റ്ഫോമും ഈടാക്കുന്ന ഇടപാട് നിരക്കുകൾ അഥവാ ട്രാൻസാക്ഷൻ ചാർജസ് വ്യത്യാസമായിരിക്കും. അതിനാൽ തന്നെ നിക്ഷേപം തുടങ്ങുന്നതിന് മുൻപ് അത്തരം ചാർജുകളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. ബോണ്ടുകൾ നിക്ഷേപിക്കാൻ ബ്രോക്കറേജ് സ്ഥാപനങ്ങളെ കൂടാതെ ഗോൾഡൻ പൈ, ബോണ്ട്സ് ഇന്ത്യ പോലുള്ള ബോണ്ട് നിക്ഷേപങ്ങൾക്ക് മാത്രമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വിവിധ ബോണ്ടുകളെ തമ്മിൽ താരതമ്യം ചെയ്യാനും അവയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് പരിശോധിക്കാനും സാധിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി ഓഹരികൾ വാങ്ങുന്നത് പോലെ തന്നെ ബോണ്ട് ETF-കളും ലഭ്യമാണ്. ബോണ്ട് മാർക്കറ്റ് പ്ലസുകൾ ഉപയോഗിക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോം സെബി അംഗീകൃതമാണോ എന്ന് എപ്പോഴും ഉറപ്പുവരുത്തേണ്ടതാണ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപായി ഓരോ ബോണ്ടിനെയും കൃത്യമായി വിലയിരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതിനായി ഇനി പറയുന്ന ഘടകങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പിന്തുടരാവുന്നതാണ്. ആദ്യമായി, ബോണ്ട് പുറപ്പെടുവിക്കുന്ന സ്ഥാപനത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് പരിശോധിക്കുക. AAA റേറ്റിംഗ് ഉള്ളവ ഏറ്റവും ഉയർന്ന സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തുടർന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് അഥവാ കൂപ്പൺ റേറ്റും നോക്കുക. മറ്റ് നിക്ഷേപ മാർഗങ്ങളുമായി താരതമ്യം ചെയ്ത് മികച്ച ആദായം ഉറപ്പുവരുത്തേണ്ടതാണ്. നിക്ഷേപിച്ച പണം പെട്ടെന്ന് ആവശ്യമായി വന്നാൽ ബോണ്ട് എളുപ്പത്തിൽ വിൽക്കാൻ സാധിക്കുമോ എന്നറിയാൻ അതിന്റെ ലിക്വിഡിറ്റി മൂല്യം പരിശോധിക്കേണ്ടതുണ്ട്. അവസാനമായി, ആ ബോണ്ടിൽ നിന്നുള്ള ലാഭത്തിന് നികുതി ഇളവുകൾ ഉണ്ടോ അതോ
ലഭിക്കുന്ന വരുമാനം നികുതിക്ക് വിധേയമാണോ എന്ന് നികുതി സംബന്ധമായ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി മാത്രം നിക്ഷേപം നടത്തുക. നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ പോർട്ട്ഫോളിയോ നിരീക്ഷിക്കേണ്ടതുണ്ട്. വാഗ്ദാനം ചെയ്ത പലിശ വരുമാനം കൃത്യസമയത്ത് അക്കൗണ്ടിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ വിപണിയിലെ ചലനങ്ങളും ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. കാരണം പലിശ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബോണ്ട് വിലകളിൽ വ്യത്യാസം വരുത്തിയേക്കാം. കൂടാതെ ബോണ്ട് പുറപ്പെടുവിച്ച സ്ഥാപനത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗുകൾ നിരീക്ഷിക്കുന്നത് വഴി റേറ്റിംഗിൽ ഉണ്ടാകുന്ന ഇടിവുകൾ മൂലധന മൂല്യത്തെയും ലിക്വിഡിറ്റിയെയും ബാധിക്കുന്നത് മുൻകൂട്ടി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബോണ്ടുകൾ പ്രധാനമായും അവയുടെ പലിശ നിരക്ക്, കാലാവധി, ഉദ്ദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. കാലാവധി വരെ കൃത്യമായി പലിശ നൽകുന്ന ഫിക്സഡ് റേറ്റ് ബോണ്ടുകൾ, വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പലിശ മാറുന്ന ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ, പലിശയ്ക്ക് പകരം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി മുഖവിലയ്ക്ക് വിൽക്കുന്ന സീറോ കൂപ്പൺ ബോണ്ടുകൾ എന്നിവയാണ് ഏറ്റവും സാധാരണമായവ. ഇനി കാലാവധിയില്ലാത്ത പെർപെച്വൽ ബോണ്ടുകൾ, നാണയപ്പെരുപ്പത്തെ പ്രതിരോധിക്കുന്ന ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ടുകൾ, നിശ്ചിത സമയത്തിന് ശേഷം ഓഹരികളാക്കി മാറ്റാവുന്ന കൺവേർട്ടബിൾ ബോണ്ടുകൾ എന്നിവ നിക്ഷേപകർക്ക് വ്യത്യസ്തമായ അവസരങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ ഇഷ്യൂവർക്ക് ബോണ്ട് തിരികെ വിൽക്കാൻ അനുവാദമുള്ള കോളബിൾ ബോണ്ടുകളും നിക്ഷേപകന് മുൻകൂട്ടി പണം പിൻവലിക്കാൻ അവകാശമുള്ള പുട്ടബിൾ ബോണ്ടുകളും നിലവിലുണ്ട്. പൊതു പദ്ധതികൾക്കായി സർക്കാർ പുറത്തിറക്കുന്ന മുനിസിപ്പൽ ട്രഷറി ബോണ്ടുകൾ സുരക്ഷിതത്വം നൽകുമ്പോൾ കമ്പനികൾ പുറത്തിറക്കുന്ന കോർപ്പറേറ്റ് ഹൈ യീൽഡ് അഥവാ ജങ്ക് ബോണ്ടുകൾ റിസ്കിനനുസരിച്ചുള്ള ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വായ്പാ തിരിച്ചടവുകളെ അടിസ്ഥാനമാക്കിയുള്ള മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസും നിക്ഷേപകർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് സ്ഥിരതയും വൈവിധ്യവും നൽകുന്ന ലാഭകരമായ ഒരു തന്ത്രം തന്നെയാണ്. മുകളിൽ പറഞ്ഞ ഘട്ടം ഘട്ടമായുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ വിപണിയിലെ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ ബോണ്ട് നിക്ഷേപം ആരംഭിക്കാനും നിങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാനും സാധിക്കും. ഓർക്കുക, കൃത്യമായ ആസൂത്രണവും നിക്ഷേപങ്ങളുടെ നിരന്തരമായ നിരീക്ഷണവുമാണ് അപകട സാധ്യതകൾ കുറച്ചുകൊണ്ട് പരമാവധി ലാഭം നേടാനുള്ള വഴി. ഇന്ന് നമ്മൾ സംസാരിച്ച വിവിധ ബോണ്ടുകളെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.